നെക്സ്റ്റ് പഠിക്കാനുള്ള ടോപ്പിക് സ്റ്റോറേജ് ക്ലാസ്സസ് ആണ്. ഓക്കെ, സ്റ്റോറേജ് ക്ലാസ് മീൻസ് നമുക്കൊരു വേരിയബിളിന്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കീവേഡ്സ് ആണ് സ്റ്റോറേജ് ക്ലാസ്. ഞാൻ വളരെ ഡീപ്പായിട്ടുള്ള അതിന്റെ തിയറി പാർട്ടിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ഓക്കെ, ഈ 4 കീവേഡ്സ് ആണ് സ്റ്റോറേജ് ക്ലാസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ 4 കീവേഡ്സ് യൂസ് ചെയ്യുമ്പോൾ വേരിയബിൾസിന്റെ 4 പ്രോപ്പർട്ടീസിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതാണ്, ഇനിഷ്യൽ വാല്യൂ. ഓക്കെ, അത് ആ വേരിയബിളിന്റെ ഫസ്റ്റ് വാല്യൂ എന്താണ്, ഇനിഷ്യലി എത്ര ആയിരിക്കും അതിന്റെ വാല്യൂ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഈ കീവേഡ്സ് വെച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അതിന്റെ സ്കോപ്പും ലൈഫ് ടൈമും, സ്കോപ്പ് ആൻഡ് ലൈഫ് ടൈം, സ്കോപ്പും ഉണ്ട് ലൈഫ് ടൈമും ഉണ്ട്. ഓക്കെ, ദെൻ ഇതെന്താ ഞാൻ പറഞ്ഞുതരാം, സ്കോപ്പ് ആൻഡ് ലൈഫ് ടൈം. ദെൻ ലാസ്റ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ലൊക്കേഷൻ, എവിടെ സ്റ്റോർ ചെയ്യുന്നുള്ള കണ്ടന്റ് കൂടെ ചേഞ്ച് ആവും, സ്റ്റോറേജ് ലൊക്കേഷൻ. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് ഇനിഷ്യൽ വാല്യൂ, ഒരു വേരിയബിളിന്റെ ഇനിഷ്യൽ വാല്യൂസ് എന്തൊക്കെയാകാം. നോർമലി നമ്മൾ വെറുതെ ഇന്ത്യ എന്നൊക്കെ പറയുകയാണെങ്കിൽ ആ ടൈപ്പിന് പറയുകയാണ് ഓട്ടോ. നമ്മൾ ഇത്ര നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വേരിയബിൾസ് ഉണ്ടല്ലോ, നമ്മൾ മെയിൻ പ്രോഗ്രാമിലൊക്കെ നമ്മൾ വെറുതെ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് ഡിക്ലെയർ ചെയ്യത്തില്ലേ. ഓക്കെ, അപ്പൊ അതിന് പറഞ്ഞ ഓട്ടോമാറ്റിക് വേരിയബിൾ, ഓട്ടോമാറ്റിക് നമ്മൾ ഒന്ന് റെപ്രസെന്റ് ചെയ്യുന്നില്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് ഇതാണ് ചൂസ് ചെയ്യുന്നത്. അതായത് ഞാൻ സാധാരണ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യത്തില്ല, സ്റ്റോറേജ് ക്ലാസ് ഏതാണെന്ന് സ്പെസിഫൈ ചെയ്യുന്നില്ല. ഓട്ടോ ആണോ, എക്സ്റ്റേൺ ആണോ, സ്റ്റാറ്റിക് ആണോ, രജിസ്റ്റർ ആണോ, ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നില്ല. അപ്പൊ ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല, വെറുതെ ഒരു വേരിയബിൾ എഴുതി കഴിഞ്ഞാലും അത് ഏത് ടൈപ്പ് ആയിരിക്കും, ഓട്ടോ ടൈപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ വെറുതെ നിങ്ങളൊരു വേരിയബിൾ എഴുതിയിട്ട് അതിന് പ്രിന്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അതിന്റെ വാല്യൂ ബൈ ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് ഗാർബേജ് വാല്യൂ ആയിരിക്കും. ഓക്കെ, ഗാർബേജ് വാല്യൂസ് ആയിരിക്കും, ഗാർബേജ് വാല്യൂ ആയിരിക്കും അതിനകത്ത് ബൈ ഡിഫോൾട്ട് വാല്യൂ. പിന്നല്ലെങ്കിൽ ചില സ്റ്റോറേജ് ക്ലാസ്സിനകത്ത് ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നതായിരിക്കും 0 ആയിരിക്കും. അപ്പൊ ഇനിഷ്യൽ വാല്യൂ ഗാർബേജ് വാല്യൂ ആണോ 0 ആണോ എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ സ്റ്റോറേജ് ക്ലാസ് മാറുന്നതിനനുസരിച്ച് ചേഞ്ചസ് വരുന്നത്. ഓക്കെ, ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്, ചിലത് ഗാർബേജ് വാല്യൂ 0 ആയിരിക്കും, നമുക്കത് പറഞ്ഞുതരാം. ഇനി സ്റ്റോറേജ് ലൊക്കേഷൻ, സ്റ്റോറേജ് ലൊക്കേഷൻ എന്ന് പറയുന്നതും രണ്ട് അടുത്താണ്. നോർമലി നമ്മൾ ബൈ ഡിഫോൾട്ട് റാമിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, വേരിയബിൾസിനെ സേവ് ചെയ്യുന്നത്. ഓക്കെ, റാം നമുക്ക് ഇന്ത്യ എന്നൊക്കെ പറയുമ്പം എയ്ക്ക് വേണ്ടിയിട്ട് ഇത്ര ബൈറ്റ് മെമ്മറി എവിടെ ആയിരിക്കും, നമ്മൾ റാമിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ആ ലൊക്കേഷനൊക്കെ എടുക്കുന്നത്. ഇനി നമുക്ക് റാമിലല്ലാതെ നമുക്ക് സി പി യുവിനകത്തുള്ള രജിസ്റ്റർ, ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് എന്ത് ചെയ്യാം, ഈ ഒരു പരിപാടി യൂസ് ചെയ്യാം, രജിസ്റ്റേഴ്സ്. അതായത് എനിക്കൊരു വേരിയബിൾ, ആ വേരിയബിൾ എനിക്ക് എപ്പോഴും യൂസ് ചെയ്യേണ്ടി വരുന്നത്, എൻ്റെ പ്രോഗ്രാമിനകത്ത് എപ്പോഴും യൂസ് ചെയ്യേണ്ടി വരുമെന്ന് ഉറപ്പുള്ള ഒരു വേരിയബിൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രീക്വന്റ് ആയിട്ട് ആ വേരിയബിൾ എന്ത് ചെയ്യേണ്ടി വരണം, ആക്സസ് ചെയ്യണം. അങ്ങനെ ആക്സസ് ചെയ്യണമെങ്കിൽ ആ വേരിയബിൾ എവിടെ ഇരിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ, നമ്മൾ മെമ്മറി ഹെയറൊക്കെ പഠിച്ചാണ്. അപ്പൊ റാമിനെക്കാട്ടിയും കുറച്ചുകൂടെ ഫാസ്റ്റ് ആണ് ക്യാഷ് മെമ്മറി, ക്യാഷ് മെമ്മറിയെക്കാട്ടിയും കുറച്ചുകൂടെ ഫാസ്റ്റ് ആണ് ഇത് മെമ്മറി, രജിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടി വരുമെന്ന് ഉറപ്പുള്ള വേരിയബിളിനെ രജിസ്റ്ററിനകത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്തായിരിക്കും, വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സിക്യൂഷൻ പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്രയും ഫാസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസിൽ, അല്ലെങ്കിൽ എപ്പോഴും അത്രയും ഫ്രീക്വൻസിയിൽ നമുക്ക് ആ വേരിയബിൾ ആക്സസ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ആ വേരിയബിളിനെ എവിടെ സേവ് ചെയ്യാൻ പറയും, രജിസ്റ്റേഴ്സിൽ സേവ് ചെയ്യാൻ പറയും. ഇല്ലെങ്കിൽ അത് എവിടെ ആയിരിക്കും സേവ് ആവുന്നത്, റാമിലായിരിക്കും സേവ് ആവുന്നത്. ഓക്കെ, അപ്പൊ ഇനിഷ്യൽ വാല്യൂ എന്താണെന്ന് മനസ്സിലായോ, ഗാർബേജ് വാല്യൂ ആകാം, 0 ആകാം. സ്റ്റോറേജ് ലൊക്കേഷൻസ് എവിടെയൊക്കെ ആകാം, റാം ആകാം, രജിസ്റ്റേഴ്സ് ആകാം. ഓക്കെ, ഇനി സ്കോപ്പ് ആൻഡ് ലൈഫ് ടൈം പറയണമെങ്കിൽ ഞാൻ ഒരു പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ എഴുതാം, പ്രോഗ്രാമായിട്ട് എഴുതേണ്ട ആവശ്യമില്ല അതിന്. ഞാനൊരു ഫംഗ്ഷനുണ്ട്. ഓക്കെ, ഞാനൊരു ഫംഗ്ഷനും ഉണ്ട്, മെയിൻ പ്രോഗ്രാമും ഉണ്ട്. ഓക്കെ, കേസ് ആണ് ഉദ്ദേശിച്ചത്. ദെൻ ഒരു മെയിൻ പ്രോഗ്രാമും ഉണ്ട്. ഞാനിവിടെ എ എന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഇൻഡ് എ എന്നൊരു വേരിയബിൾ ഞാൻ എന്ത് ചെയ്യുന്നു, മെയിൻ അത് ഡിക്ലെയർ ചെയ്യുന്നു. ഈ എ എന്ന് പറഞ്ഞ വേരിയബിൾ എപ്പോഴും ക്രിയേറ്റ് ആവുന്നത്, ഇൻഡ് എ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എ എന്ന് പറഞ്ഞ വേരിയബിൾ ക്രിയേറ്റ് ആവും. എപ്പോഴായിരിക്കും എ എന്ന് പറയുന്നത് അതിന്റെ ലൈഫ് തീരുന്നത്, ഓക്കെ, ഈ മെയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എപ്പോൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുന്നോ അന്നേരം എയുടെ ലൈഫ് എന്ത് ചെയ്യും, തീരും. അപ്പം ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്
അതിന്റെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്തും ആ ഫംഗ്ഷൻ എവിടെ എൻഡ് ചെയ്യുന്നോ അപ്പൊ ലൈഫ് എന്ത് ചെയ്യും, തീരും. ഓക്കെ, ഇനി ആക്സസിങ് എന്താന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ആക്സസ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഇവിടെ ഒരു ഇൻഡ് ബി എന്നൊരു വേരിയബിൾ ഉണ്ടെന്നിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ എ എന്ന് പറഞ്ഞ വേരിയബിളിന് ലൈഫ് ടൈം എവിടെ മാത്രമേ ഉള്ളൂ, ഈ ഫംഗ്ഷനിൽ മാത്രമേ ഉള്ളൂ. ബിക്ക് ലൈഫ് എവിടെ മാത്രമേ ഉള്ളൂ, ഈ ഇതിൽ മാത്രമേ ഉള്ളൂ. എക്ക് മെയിനിലും ബിക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞതിനകത്ത് മാത്രമേ ഉള്ളൂ. മെയിൻ എന്ന് പറഞ്ഞ വേരിയബിൾ ഫംഗ്ഷന് ബി എന്ന് പറഞ്ഞ വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. ആർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സ്കോപ്പ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ബിയുടെ നോർമൽ അതായത് ഓട്ടോ വേരിയബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധാരണ ടൈപ്പ് വേരിയബിൾസ് ആണെങ്കിൽ നോർമലി ലൈഫ് ടൈമും സ്കോപ്പും ഒരുപോലെ നിങ്ങൾക്ക് തോന്നും. കാരണം ബിക്ക് ലൈഫ് എവിടെ മാത്രമേ ഉള്ളൂ, ഈ ഫംഗ്ഷനിൽ മാത്രമേ ഉള്ളൂ. ബിക്ക് സ്കോപ്പ് എവിടെ മാത്രമേ ഉള്ളൂ, ഈ ഫംഗ്ഷനിൽ മാത്രമേ ഉള്ളൂ. സ്കോപ്പ് ഇൻ സെൻസ് ഓഫ് ആർക്കൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും, ഈ ഫംഗ്ഷന് മാത്രമേ ഈ ബി എന്ന് പറഞ്ഞ വേരിയബിളിന് ആക്സസ് ചെയ്യാൻ പറ്റും. സിമിലർലി എ എന്ന് പറഞ്ഞ വേരിയബിളിനെ ആർക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ, മെയിൻ ഫംഗ്ഷന് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ. ആൻഡ് എ എന്ന് പറഞ്ഞ വേരിയബിൾ ലൈഫ് എവിടെയുള്ളൂ, എക്ക് മാത്രമേ. ഓക്കെ, അപ്പൊ ഇതാണ് ലൈഫും സ്കോപ്പും എന്ന് പറയുന്നത്. ആർക്ക് ആക്സസ് ചെയ്യാം, ആ വേരിയബിൾ എപ്പോൾ ക്രിയേറ്റ് ആവും, എപ്പോൾ ഡിസ്ട്രോയ് ചെയ്യും. ഓക്കെ, അപ്പൊ അതില് നമുക്ക് സ്റ്റോറേജ് ക്ലാസ് വരുന്ന സമയത്ത് കുറച്ച് ചേഞ്ചസ് ഉണ്ട്. അപ്പൊ ഈ 4 ടേംസ് എന്തൊക്കെയാണെന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കുക. ഇനിഷ്യലി നമ്മൾ ഒന്നും ഡിക്ലെയർ ചെയ്യുന്നില്ലെങ്കിൽ, ഒന്നും ഇനിഷ്യലൈസ് ചെയ്യുന്നില്ലെങ്കിൽ ഇന്ത്യ എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. അല്ലാതെ ഇന്ത്യ എയ്ക്കുള്ള 0 എന്ന് എഴുതി കഴിഞ്ഞാൽ എയുടെ വാല്യൂ എത്ര ആയിരിക്കും, ബൈ ഡിഫോൾട്ട് ഇനിഷ്യലി എത്ര ആയിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, ഞാൻ വെറുതെ ഇന്ത്യ എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ എക്ക് ഇനിഷ്യൽ വാല്യൂ ബൈ ഡിഫോൾട്ട് ഇനിഷ്യൽ വാല്യൂ എന്തായിരിക്കും, നോർമലി ഗാർബേജ് വാല്യൂ ആകാം, ഇല്ലെങ്കിൽ എന്താകാം, 0 ആകാം. അപ്പൊ അത് ഏത് വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. ദെൻ സ്റ്റോറേജ് ലൊക്കേഷൻ നോർമലി റാം ആയിരിക്കും, നമുക്ക് വേണമെങ്കിൽ എവിടെ സേവ് ചെയ്യാം, രജിസ്റ്റേഴ്സിൽ സേവ് ചെയ്യാം. ദെൻ സ്കോപ്പ് മീൻസ് ആർക്കൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും, ലൈഫ് ടൈം മീൻസ് ആ വേരിയബിളിന് എവിടം വരെ ഉണ്ട് ലൈഫ് എന്നുള്ളത്. ഓക്കെ, ഇത്രയും ടൈംസ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റുകളാണ് സ്റ്റോറേജ് ക്ലാസ്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റോറേജ് ക്ലാസ്. ഇപ്പൊ ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഈ 4 കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സ്റ്റോറേജ് ക്ലാസ് പഠിക്കുക എന്ന് പറയുന്നത് മാക്സിമം ഒരു 2 minutes മതി. ഓക്കെ, അത്രമാത്രം, അത്രയ്ക്ക് സിമ്പിൾ ആണത്. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കാം നമുക്ക്. ഓട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും തിങ്ക് ചെയ്യേണ്ട. നിങ്ങളെ നോർമൽ വേരിയബിൾ, നിങ്ങൾ ഇത്രയും നാൾ യൂസ് ചെയ്യുന്നത് നോർമലി നമ്മൾ വെറുതെ ഇന്ത്യ എന്ന് എഴുതുന്ന വേരിയബിൾ, അത് ഇന്ത്യ എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോറേജ് ക്ലാസ് ഒന്നും സ്പെസിഫൈ ചെയ്യുന്നില്ലെങ്കിലും ബൈ ഡിഫോൾട്ട് ഏതായിരിക്കും സ്റ്റോറേജ് ക്ലാസ്, ഓട്ടോ ആയിരിക്കും. ഓട്ടോ മീൻസ് ഓട്ടോമാറ്റിക്. ഓക്കെ, എക്സാമിന് ചോദിക്കുമ്പോഴും സെന്റൻസ് വൈസിൽ വിശാലമായി എഴുതണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ ബോക്സ് ഒരു ടേബിൾ ഫോർമാറ്റിൽ നിങ്ങൾ എഴുതിയിരുന്നാലും മതി. പിന്നെ ഈ ടേബിളിലെ കണ്ടന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഇനിഷ്യൽ വാല്യൂ എന്തായിരിക്കും, ഗാർബേജ് വാല്യൂ ആയിരിക്കും. ഞാൻ ഒരു റൗണ്ട് പറയാം, പറഞ്ഞിട്ട് നിങ്ങൾ ടേബിൾ കണ്ടന്റ് നോക്കിയാൽ മതി. ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഇനിഷ്യൽ വാല്യൂ എന്തായിരിക്കും, ഗാർബേജ് വാല്യൂ ആയിരിക്കും. സ്റ്റോറേജ് ലൊക്കേഷൻ എവിടെ ആയിരിക്കും, റാമിലായിരിക്കും. സ്കോപ്പും ലൈഫ് ടൈമും വിത്തിൻ ഫംഗ്ഷൻ മാത്രമായിരിക്കും. ആ ഫംഗ്ഷൻ എഴുതിയേക്കുന്ന ബ്ലോക്കിൽ മാത്രം, ആ വേരിയബിൾ എഴുതിയേക്കുന്ന ബ്ലോക്കിൽ മാത്രമായിരിക്കും എന്ത്, സ്കോപ്പും ലൈഫ് ടൈമും. ഓക്കെ, അതായത് ആ ബ്ലോക്ക് തീരുമ്പം ലൈഫും തീരും ആ വേരിയബിളിന്റെ. ഓക്കെ, സ്കോപ്പ് എവിടെ മാത്രമേ ഉള്ളൂ, വിത്തിൻ ദാറ്റ് ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ സ്കോപ്പ്. അപ്പൊ സ്കോപ്പ് വിത്തിൻ ദാറ്റ് ഫംഗ്ഷൻ. അപ്പൊ ഞാൻ അതുകൂടെ വേണമെങ്കിൽ ഇവിടെ നോട്ട് ചെയ്യാം. സ്കോപ്പിന് 2 ഓപ്ഷനുണ്ട്, വിത്തിൻ ഫംഗ്ഷനും ഉണ്ട്. വിത്തിൻ ഫംഗ്ഷൻ ഓർ വിത്തിൻ ബ്ലോക്ക് ഏതായാലും കറക്റ്റ് ആണ്. വിത്തിൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ വിത്തിൻ ബ്ലോക്കും ആകാം, ഓർ എൻറ്റയർ പ്രോഗ്രാമും ആകാം. ത്രൂ ഔട്ട് ദ പ്രോഗ്രാം എന്ന് പറയും. ഓക്കെ, സിമിലർലി ലൈഫ് ടൈമും ഇത് തന്നെയാണ്. ലൈഫ് ടൈം എവിടെയൊക്കെ എൻഡ് ചെയ്യാം, എൻഡ് ഓഫ് ബ്ലോക്ക് ആകാം, ഒരു ബ്ലോക്ക് തീരുമ്പോൾ, ഓർ ഒരു ഫംഗ്ഷൻ തീരുമ്പോഴാകാം എൻഡ് ഓഫ് ബ്ലോക്ക് ആകാം. ഓക്കെ, ഓർ എൻഡ് ഓഫ് പ്രോഗ്രാം ആകാം, എൻഡ് ഓഫ് പ്രോഗ്രാം. ഓക്കെ, സോ ഓട്ടോമാറ്റിക് വേരിയബിൾ, ഓട്ടോ വേരിയബിൾ ഓർ നോർമൽ വേരിയബിൾ ആണെങ്കിൽ ഇനിഷ്യൽ വാല്യൂ ഗാർബേജ് വാല്യൂ ആയിരിക്കും. സ്കോപ്പും ലൈഫ് ടൈമും എവിടെ മാത്രമേ ഉള്ളൂ, ആ ബ്ലോക്കിൽ മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് സ്കോപ്പ് വിത്തിൻ ദ ബ്ലോക്കും ലൈഫ് ടൈം എവിടെ ആയിരിക്കും, എൻഡ് ഓഫ് ബ്ലോക്ക് ആയിരിക്കും. ആ ബ്ലോക്ക് തീരുമ്പോൾ അതിന്റെ ലൈഫ് തീരും. സ്റ്റോറേജ് ലൊക്കേഷൻ എവിടെ ആയിരിക്കും, റാമിലായിരിക്കും.
ഓട്ടോ ക്ലിയർ ആയല്ലോ. നമ്മൾ ഇത്ര നാൾ വെച്ചോണ്ടത്. ഈ ഓട്ടോയ്ക്കകത്ത് ചേഞ്ച് വരുത്തി മാത്രം ബാക്കി പഠിച്ചാൽ മതി, വളരെ എളുപ്പമാണ്. സോ എക്സ്റ്റേൺ മീൻസ് ഗ്ലോബൽ വേരിയബിൾസിനെയാണ് നമ്മൾ എക്സ്റ്റേൺ എന്ന് പറയുന്നത്. ഞാൻ ലോക്കൽ വേരിയബിൾ എന്താണ്, ഗ്ലോബൽ വേരിയബിൾ എന്താണെന്ന് ഓൾറെഡി ക്ലാസ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലാണെങ്കിൽ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. ബി എന്ന് പറഞ്ഞ വേരിയബിൾ ഏതിനകത്താണ് എഴുതിയിരിക്കുന്നത്? ഫംഗ്ഷനകത്ത് എഴുതിയിരിക്കുന്നതാണ്. ഞാൻ ഇവിടെ ഒരു ഇൻഡ് സി എഴുതുകയാണ്. ഈ സി എന്ന് പറഞ്ഞ വേരിയബിളിനെ ഏതെങ്കിലും ഫംഗ്ഷനകത്ത് എഴുതിയേക്കാണോ ഓർ ഏതെങ്കിലും ബ്ലോക്കിനകത്താണോ എഴുതിയിരിക്കുന്നത്? അല്ല. ദാറ്റ് മീൻസ് സി എന്ന് പറഞ്ഞ വേരിയബിളിനെ ആർക്കൊക്കെ ആക്സസ് ചെയ്യാം? ഈ പ്രോഗ്രാമിൽ ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ഓക്കെ, എ ആർക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ? മെയിന് മാത്രം. ബി ആർക്ക് മാത്രമേ പറ്റൂ? ആ ഫംഗ്ഷന് മാത്രം. ദാറ്റ് മീൻസ് എയും ബിയും ലോക്കൽ വേരിയബിൾസും സി എന്ന് പറയുന്നത് എന്താണ്? ഗ്ലോബൽ വേരിയബിളുമാണ്. അപ്പൊ ഈ ഗ്ലോബൽ വേരിയബിളിനെ ആണ് നമ്മൾ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്? എക്സ്റ്റേൺ എന്ന കീവേഡ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് എക്സ്റ്റേൺ ഇൻഡ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താണ്? എ എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പാണ്? ഗ്ലോബൽ വേരിയബിൾ ആണെന്നാണ് മീനിങ്. അപ്പൊ ഗ്ലോബൽ വേരിയബിളിന്റെ ഇനിഷ്യൽ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഗ്ലോബൽ വാല്യൂവിന്റെ ഇനിഷ്യൽ 0 ആയിരിക്കും. സ്റ്റോറേജ് ലൊക്കേഷൻ എവിടെ തന്നെയാണ്? റാമിൽ തന്നെയാണ്. പക്ഷെ സ്കോപ്പും ലൈഫ് ടൈമും ഒന്ന് ആലോചിച്ച് നോക്കും. ഇതിനെ ആർക്കൊക്കെ ആക്സസ് ചെയ്യാം? ഈ പ്രോഗ്രാമിൽ ആർക്ക് വേണമെങ്കിലും ഈ വേരിയബിളിനെ ആക്സസ് ചെയ്യാം. ആ വേരിയബിൾ എപ്പോഴും വേരിയബിളിന്റെ ലൈഫ് എപ്പോഴേ തീരത്തുള്ളൂ? ഈ പ്രോഗ്രാം മൊത്തം തീരുമ്പോൾ മാത്രമേ ഈ വേരിയബിളിന്റെ ലൈഫ് എന്ത് ചെയ്യത്തുള്ളൂ? എൻഡ് ആവത്തുള്ളൂ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്. സ്കോപ്പ് എന്തായിരിക്കും? എൻറ്റയർ പ്രോഗ്രാം. ലൈഫ് ടൈം എവിടെ ആയിരിക്കും? എൻഡ് ഓഫ് പ്രോഗ്രാം. ഓക്കെ, എക്സ്റ്റേൺ ഇനിഷ്യൽ വാല്യൂ 0 ആയിരിക്കും. സ്കോപ്പ് ഗ്ലോബൽ ആയിരിക്കും. ദാറ്റ് മീൻസ് എൻറ്റയർ പ്രോഗ്രാമിൽ കാണും. എവിടെ മാത്രമേ ലൈഫ് തീരത്തുള്ളൂ? എൻഡ് ഓഫ് പ്രോഗ്രാം മാത്രമേ ലൈഫ് തീരത്തുള്ളൂ. ഓക്കെ, ഇനി എളുപ്പം പഠിക്കാൻ പറ്റുന്ന രജിസ്റ്റേഴ്സ് ആണ്. രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എല്ലാം ഓട്ടോയുമായിട്ട് വളരെ സെയിം ആണ്, എക്സെപ്റ്റ് സ്റ്റോറേജ് ലൊക്കേഷൻ. ഓട്ടോമാറ്റിക് വേരിയബിളിന്റെ ഇനിഷ്യൽ വാല്യൂ എന്തായാലും ഗാർബേജ് ആണ്, രജിസ്റ്ററും ഗാർബേജ് ആണ്. സ്കോപ്പ് വിത്തിൻ ബ്ലോക്ക് ആണ്, ഇവിടെയും വിത്തിൻ ബ്ലോക്ക് ആണ്. ലൈഫ് എൻഡ് ഓഫ് ബ്ലോക്ക് ആണ്, ഇവിടെയും എൻഡ് ഓഫ് ബ്ലോക്ക് ആണ്. പക്ഷെ സ്റ്റോർ ചെയ്യുന്ന ലൊക്കേഷൻ എവിടെ ആയിരിക്കും? റാമിലായിരിക്കത്തില്ല, രജിസ്റ്ററിലായിരിക്കും. ബാക്കി എല്ലാം സെയിം ആണ്. ഓക്കെ, ഇനി ഈ കൂട്ടത്തിൽ ഏറ്റവും മനസ്സിലാക്കാൻ പാടുള്ള ഐറ്റമാണ് സ്റ്റാറ്റിക്. കാര്യം ഇത് രണ്ടും എളുപ്പമാണ്. ഇത് ലോക്കൽ വേരിയബിൾ, ഇത് ഗ്ലോബൽ വേരിയബിൾ, ഇത് രജിസ്റ്റർ വേരിയബിൾ. ഓക്കെ, വളരെ എളുപ്പമായിട്ട് നമുക്ക് പെട്ടെന്ന് കണക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. സ്റ്റാറ്റിക് നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ബട്ട് എന്താണ് ആ തിയറി എന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഹയർ സെമസ്റ്ററുകളിൽ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഈ പ്ലേസ്മെന്റ് ഓറിയന്റഡ് MCQs ഒക്കെ സോൾവ് ചെയ്യുന്ന സമയത്തോ ടെക്നിക്കൽ എക്സാംസിന്റെ ഒക്കെ MCQs സോൾവ് ചെയ്യുന്ന സമയത്തോ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു കീവേഡിന്റെ യൂസ് അറിഞ്ഞിരുന്നത്. ഓക്കെ, സ്റ്റാറ്റിക് കീവേഡ് എന്താണെന്ന് നോക്കാം. സ്റ്റാറ്റിക് കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഇനിഷ്യൽ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആർക്ക് മാത്രമേ ഉള്ളൂ? വിത്തിൻ ദ ബ്ലോക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ. പക്ഷെ ആ വേരിയബിളിന്റെ ലൈഫ് എവിടം വരെ കാണും? എൻറ്റയർ പ്രോഗ്രാമിൽ കാണും. സ്റ്റോറേജ് ലൊക്കേഷൻ റാം തന്നെയാണ്. ഇത് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ ഇവിടെ പറയുന്നതിന് ചെയ്ത് കാണിക്കാം. ഒരു എക്സാമ്പിൾ. ഓക്കെ, സ്റ്റാറ്റിക് ഒരെണ്ണം നിങ്ങൾ ചെയ്ത് മനസ്സിലാക്കിയല്ലേ എന്തൊരു ഐഡിയ കിട്ടപ്പോൾ. ഓക്കെ, ഞാൻ സിമ്പിൾ പ്രോഗ്രാം ആണ്. ഹാഷിംഗ് ലോഡ് then void main. void main മുമ്പ് ഞാനൊരു ഫംഗ്ഷൻ എഴുതാം. void ഫംഗ്ഷൻ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ഫൺ എന്ന് കൊടുക്കുന്നു. then ഇവിടെ ഞാനൊരു വേരിയബിൾ എടുക്കാം, ഇൻഡ് എ. then എയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ഞാൻ പറയുന്നു. print of %d a. എയുടെ ഇനിഷ്യൽ വാല്യൂ നിങ്ങൾക്ക് ഇങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ എയുടെ ഇനിഷ്യൽ വാല്യൂ ഞാൻ 0 ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ പ്രോഗ്രാമിനകത്ത് വെറുതെ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് ആലോചിച്ച് നോക്കി. മെയിൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും, ഫംഗ്ഷൻ കോൾ ചെയ്യും, ഇവിടെ വരുന്നു. ആദ്യം എ എന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. എയുടെ വാല്യൂ 0 ആണ്. a++ എന്ന് പറയുമ്പോൾ എയുടെ വാല്യൂ എത്ര ആവും? 1 ആയിട്ട് ചേഞ്ച് ആവും. 1 പ്രിന്റ് ചെയ്യും, തിരിച്ചു വരും. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. 1 ആണോ പ്രിന്റ് ആവുന്നത്? 1 ആണ് പ്രിന്റ് ആവുന്നത്. ഓക്കെ, സിമ്പിൾ പ്രോഗ്രാം. ഞാൻ ഇതേ പ്രോഗ്രാം 3 തവണ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ പോകും.
3 തവണ കോൾ ചെയ്താലും എന്തായിരിക്കും ഔട്ട്പുട്ട് കിട്ടാൻ പോകുന്നത്? 1 1 1. എന്തുകൊണ്ടാണ്? ഫസ്റ്റ് ഫംഗ്ഷൻ കോൾ ചെയ്തു, ഇവിടെ വന്നു, ആദ്യമേ എ എന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, 0 ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. എയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യാൻ പറയുമ്പോൾ എയുടെ വാല്യൂ 1 ആവും. എ പ്രിന്റ് ചെയ്യും, 1 എന്ന് പ്രിന്റ് ചെയ്യും. എ എന്ന് പറഞ്ഞ വേരിയബിളിന്റെ ലൈഫ് തീർന്നു. എ എന്ന് പറഞ്ഞ വേരിയബിൾ ലൈഫ് തീർന്നല്ലോ ഈ ഫംഗ്ഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ. വീണ്ടും രണ്ടാമത് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ വീണ്ടും വരുന്നു, പുതിയൊരു എ ക്രിയേറ്റ് ചെയ്യുന്നു. പുതിയ എയുടെ വാല്യൂ എത്ര ആയിരുന്നു? 0 ആണ്. അതൊന്ന് ഇൻക്രിമെന്റ് ചെയ്യാൻ പറഞ്ഞു, പുതിയ എ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു, ആ എയും തീർന്നു. തേർഡ് ഫംഗ്ഷൻ വിളിക്കുമ്പോൾ അഗെയിൻ ഒരു ന്യൂ എ ആണ് ക്രിയേറ്റ് ആവുന്നത്. അപ്പൊ എന്താണ് പ്രശ്നം? ഇത് നോർമൽ വേരിയബിൾ ആണ് ഓർ ഓട്ടോമാറ്റിക് വേരിയബിൾ ആണ്. ഓട്ടോമാറ്റിക് വേരിയബിളിന് ലൈഫ് എവിടെ മാത്രമേ ഉള്ളൂ? ആ ഫംഗ്ഷന്റെ എൻഡിൽ ലൈഫ് തീരും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതേ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് 1 1 ആയിരുന്നു. ഞാൻ ഇവിടെ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യണം. ഇവിടെ സ്റ്റാറ്റിക് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്റ്റാറ്റിക് ഇൻഡ് എ ഈക്വൽ ടു 0 എന്നാക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് നോക്കി 1 2 3 9. എങ്ങനെയാണ് ഇത് സംഭവിച്ചത് നോക്കാം. സ്റ്റാറ്റിക് വേരിയബിൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ വേരിയബിളിന്റെ ലൈഫ്, അതായത് ആ ഫംഗ്ഷനിൽ നിന്ന് ഇറങ്ങിയാൽ പോലും ആ വേരിയബിളിന്റെ ലൈഫ് തീരില്ല. ഓക്കെ, വൺസ് ഒരു സ്റ്റാറ്റിക് വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലൈഫ് എത്ര വരെ കാണും? ആ പ്രോഗ്രാം എൻഡ് ചെയ്യുന്നിടം വരെ അതിന്റെ ലൈഫ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം ഫംഗ്ഷൻ കോൾ ചെയ്തു, ഇവിടെ വന്നു, എ എന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. എയുടെ വാല്യൂ എത്രയാണ്? 0 ആണ്. എ പ്ലസ് പ്ലസ്, സോ എയുടെ വാല്യൂ 1 ആയി. എ പ്രിന്റ് ചെയ്തു, സോ ഫസ്റ്റ് 1 പ്രിന്റ് ചെയ്തു. എ എന്ന് പറഞ്ഞ വേരിയബിൾ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ടോ? ഓർ എയുടെ ലൈഫ് ടൈം കഴിഞ്ഞോ? ഇല്ല. സോ സെക്കൻഡ് ഫംഗ്ഷൻ, വീണ്ടും സെക്കൻഡ് ടൈം ആ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. വീണ്ടും തിരിച്ചു വന്നിട്ട് ഇനിയും വേരിയബിൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഈ സ്റ്റേറ്റ്മെന്റ് ഇനി എക്സിക്യൂട്ട് ആവത്തില്ല. ഓക്കെ, എ പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി എയുടെ വാല്യൂ 1 ആയിരുന്നു, അത് എത്ര ആവും? 2 ആയിട്ട് മാറും. 2 പ്രിന്റ് ചെയ്യും, തിരിച്ചു വരും. ഓക്കെ, തേർഡ് ടൈം ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അഗെയിൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആവത്തില്ല. എ പ്ലസ് പ്ലസ് ആകുമ്പോൾ എന്ത് കിട്ടും? 3 ആവും. അതിന് വാല്യൂ 3 കിട്ടി. അപ്പൊ ചേഞ്ച് മനസ്സിലായല്ലോ. അത് ഓട്ടോമാറ്റിക് വേരിയബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ വേരിയബിൾ ആയിരുന്നെങ്കിൽ ഓരോ തവണ ഈ ഫംഗ്ഷൻ എക്സിറ്റ് ആകുമ്പോഴും ആ വേരിയബിളിന്റെ ലൈഫ് എന്ത് ചെയ്യും? എൻഡ് ആയി പോകും. ഓക്കെ, ഇതാണ് സ്റ്റാറ്റിക് വേരിയബിൾ. പക്ഷെ ഒരു പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മെയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്ത് എനിക്ക് എ പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. എ ആക്സസ് ചെയ്യാൻ ആർക്ക് മാത്രമേ പറ്റത്തുള്ളൂ? ഈ ഫംഗ്ഷന് മാത്രമേ എ ആക്സസ് ചെയ്യാൻ പറ്റൂ. വേറെ ഫംഗ്ഷന് എ ആക്സസ് ചെയ്യാൻ പറ്റൂ? വേറെ ഫംഗ്ഷൻ എ ആക്സസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ലൈഫ് ടൈം ത്രൂ ഔട്ട് ദി പ്രോഗ്രാം ഉണ്ട്. ഓർ എൻഡ് ഓഫ് ദ പ്രോഗ്രാം മാത്രമേ ലൈഫ് എന്ത് ചെയ്യത്തുള്ളൂ? എൻഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ അപ്പൊ ഇത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ സ്റ്റാറ്റിക് ആണെങ്കിൽ സ്റ്റാറ്റിക്കിന്റെ ഇനിഷ്യൽ വാല്യൂ നമ്മൾ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്താലും ഇല്ലെങ്കിലും അതിന്റെ ഇനിഷ്യൽ വാല്യൂ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. സ്റ്റോറേജ് ലൊക്കേഷൻ എവിടെ ആയിരിക്കും? റാമിലായിരിക്കും. സ്കോപ്പ്, ദാറ്റ് മീൻസ് ആർക്കൊക്കെ ആക്സസ് ചെയ്യാം? വിത്തിൻ ദ ബ്ലോക്ക് ഉള്ള വിത്തിൻ ദ ബ്ലോക്ക് ഓർ വിത്തിൻ ദ ഫംഗ്ഷൻ മാത്രമേ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റൂ. ബട്ട് ലൈഫ് ടൈം എവിടം വരെ കാണും? എൻഡ് ഓഫ് ദ പ്രോഗ്രാം വരെ കാണും. ഓക്കെ ആണോ? അപ്പൊ ഇതിനകത്ത് ആക്ച്വലി ഈ ഒരു ടേബിളിനകത്ത് ലൊക്കേഷൻ എന്നൊരു കണ്ടന്റ് കൂടെ വേണം. ഓക്കെ, ഇതെല്ലാം റാം ആണ്. ഇതും എല്ലാം റാം ആണ്. റാമിനും റാം ആണ് ഇതെല്ലാം. ഓക്കെ, ഇത് മാത്രം എന്താണ്? രജിസ്റ്റർ ആണ്. ഓക്കെ, പെട്ടെന്ന് ഒന്നുകൊണ്ട് പറയുന്നു. ഓട്ടോമാറ്റിക് വേരിയബിൾ ആണെങ്കിൽ ഇനിഷ്യൽ വാല്യൂ ഗാർബേജ് വാല്യൂ ആയിരിക്കും. സ്കോപ്പും ലൈഫ് ടൈമും ആ ഫംഗ്ഷനിൽ മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് ആ ഫംഗ്ഷനിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ. എൻഡ് ഓഫ് ദി ഫംഗ്ഷൻ ഓർ എൻഡ് ഓഫ് ദി ബ്ലോക്ക് അതിന്റെ ലൈഫ് ടൈം തീരും. സ്റ്റോറേജ് ലൊക്കേഷൻ എവിടെയാണ്? റാം ആണ്. അപ്പൊ അതിന്റെ കൂടെ രജിസ്റ്റർ കൂടെ പറയാം. രജിസ്റ്റർ ആണെങ്കിലും സെയിം സാധനം തന്നെയാണ്. സ്റ്റോറേജ് ലൊക്കേഷൻ മാറി എന്താവും? രജിസ്റ്റർ ആവും നമ്മൾ. ഓക്കെ, ഇനി എക്സ്റ്റേൺ മീൻസ് ഗ്ലോബൽ വേരിയബിൾ ആണ്. ഗ്ലോബൽ വേരിയബിളിന്റെ ഇനിഷ്യൽ വാല്യൂ 0 ആണ്. സ്കോപ്പ് ത്രൂ ഔട്ട് ദി പ്രോഗ്രാം ഓർ ആർക്കൊക്കെ എക്സ് ചെയ്യാം? സോറി, സ്കോപ്പ് എന്ന് പറയുന്നത് ആർക്കൊക്കെ എക്സ് ചെയ്യാൻ പറ്റും? എല്ലാ ഫംഗ്ഷൻസിനും എക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എൻ്റെ പ്രോഗ്രാമിൽ നമുക്ക് എക്സസ് ചെയ്യാൻ പറ്റും. ലൈഫ് ടൈം എവിടം വരെ ഉള്ളൂ? എവിടം വരെ ഉണ്ട്? എൻഡ് ഓഫ് പ്രോഗ്രാം വരെ ഉണ്ട്. ദെൻ ഒബിയസ്ലി ലൊക്കേഷൻ റാം തന്നെയാണ്. ദെൻ സ്റ്റാറ്റിക് ആണെങ്കിൽ ഇനിഷ്യൽ വാല്യൂ 0 ആയിരിക്കും. ആർക്കൊക്കെ എക്സസ് ചെയ്യാം? വിത്തിൻ ദ ബ്ലോക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ. ബട്ട് ലൈഫ് ടൈം എവിടം വരെ ഉണ്ട്? എൻഡ് ഓഫ് ദ പ്രോഗ്രാം വരെ തന്നെ ലൈഫ് ടൈം ഉണ്ട്. സ്റ്റോറേജ് ലൊക്കേഷൻ റാമും ആയിരിക്കും. ഓക്കെ, സോ ഈ ഒരു ടേബിള് നല്ലപോലെ മനസ്സിലാക്കി കാണാൻ പഠിക്കേണ്ട ഒരാവശ്യവും ഇല്ല. കാര്യം പറഞ്ഞു തന്നെ മനസ്സിലാക്കി പഠിച്ചാൽ മാത്രം മതി. ഈ ഒരു ടേബിൾ എന്തായാലും നിങ്ങൾ വരച്ചിടുക, എന്നിട്ട് നിങ്ങൾ എക്സ്പ്ലനേഷൻ എഴുതിയേക്കാം. ഓക്കെ, ആ എക്സ്പ്ലനേഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നൊന്നുമില്ല. ബിക്കോസ് ഈ ടേബിൾ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്.